ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്നും കുറച്ച് ജോലിയുള്ളത് കൊണ്ട് പെട്ടെന്ന് ജോലി തീർക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ചപ്പാത്തിയും ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയത്. അത് കുറച്ച് കൂടുതലുണ്ടാക്കി, എന്നുവെച്ചാൽ രാത്രിത്തേക്ക് വേണമെങ്കിലും എടുക്കാമല്ലോ. പിന്നെ രാവിലത്തെ കാപ്പി കുടിയെല്ലാം കഴിഞ്ഞ ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇത് വന്ന് വെള്ളം പിടിച്ച് വെച്ചിരിക്കുന്ന അമ്മയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉച്ചക്കലത്തേക്ക് കുറച്ച് കപ്പയും കുറച്ച് മീനും വാങ്ങിച്ചു. ഉച്ചത്തേക്ക് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് വെച്ച് ഉച്ചയ്ക്ക് രസവും മീൻ പൊരിച്ചതും കപ്പയും മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടൻ കപ്പ താളിച്ച് തരാമെന്ന് പറഞ്ഞു. അതും കപ്പയും അതിനുള്ള കറിയും ചമ്മന്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം മാവ് നാളെ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ തിങ്കളാഴ്ച 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവ് അരയ്ക്കുകയാണ്, ഇഡ്ഡലിക്കുള്ള മാവ് അരയ്ക്കുകയാണ്. ഇന്നലെ ഫ്രണ്ട് വശമാണ് തൂത്തത്. ഇത് സൈഡ് മുഴുവൻ ഇന്നാണ് തൂത്തിട്ടത്. ഇത് ചവർന്ന് പിഴിയിട്ടു. അന്ന് കാണിച്ചു തന്ന സീതാപ്പഴമല്ലേ, ആ മരമാണിത്. ഇവിടെ ഒരു കാ കിടപ്പുണ്ട്. ഇത് ചീത്തയായിട്ടില്ലെന്ന് തോന്നുന്നു. ചോറ്, രസം, മീൻ ഫ്രൈ, കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പയും ചമ്മന്തി, കപ്പയ്ക്കുള്ള ചമ്മന്തി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ചെറിയ ഉള്ളി, വറ്റൽമുളക് വറുത്തെടുക്കണം. കുറച്ച് വറ്റൽമുളക് വറുത്തെടുത്ത ശേഷം ഈ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കുറച്ച് പുളിവെള്ളവും ഉപ്പും കൂടെ അരച്ച്, നന്നായിട്ട് അരയണ്ട, ചെറിയ തരിതരിപ്പായിട്ട് അരച്ച് വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചെടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കിയത് ചേട്ടനാണ്. നല്ല ടേസ്റ്റിയായിട്ട് കറിയൊക്കെ ഉണ്ടാക്കും. ഇതിനിടയ്ക്ക് അമ്മയെ കുളിപ്പിച്ചു, ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞാൻ മുള്ളിട്ട് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കാത്തിരിക്കുകയാണ് ഇവിടെ. അവൾക്കുള്ള ഫുഡ് കൊടുത്തു. മീൻ്റെ തലയും വാലും ചോറെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി പുറത്ത് വെച്ച് കൊടുത്തു. ഊണ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ ശേഷം വീടൊക്കെ തൂത്തിട്ടു. ഇനി തുടയ്ക്കണം. ബെഡ്റൂമെല്ലാം തുടച്ച് കഴിഞ്ഞ് ഇനി അടുത്ത ഹാളിലോട്ട് വന്ന് തുടയ്ക്കാനായിട്ട്. തുടച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. നല്ല സുഖം ഉറക്കം. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞല്ലോ. കാണിച്ചു തരാവേ. അതാ കണ്ട എവിടെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന്. തുടച്ചെല്ലാം കഴിഞ്ഞ ശേഷം ചായ ഇട്ടു. ഇന്നലെ വന്ന് വെള്ളയണിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ മുളക്, അത് വെച്ചൊരു ബജി ഉണ്ടാക്കി. അതിനുശേഷം സിങ്ക് കൂടെ കഴുകിയിട്ടു. കഴുകിയിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ കുളിക്കാൻ പോയി. ഇനി അടുത്തൊരു ജോലിയും കൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി തീർന്നു. ഇപ്പോൾ രാത്രി വന്ന് മാവുള്ളത് കൊണ്ട് അത് ദോശ വല്ലതും ഉണ്ടാക്കാം, അല്ലെങ്കിൽ രാവിലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ട്, അത് വല്ലതും എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ജോലിയും കഴിഞ്ഞ ശേഷം അടുത്തത് വിളക്ക് തേച്ച് കഴുകുകയാണ്. പൊങ്കലും 1-ാം തീയതി ആയതുകൊണ്ട്
നാളെ 1-ാം തീയതി കൊണ്ട് വിളക്ക് കഴുകി വയ്ക്കണം. സബീന പൗഡറും പുളിയും കൂടെ യൂസ് ചെയ്താണ് ഞാൻ വിളക്ക് കഴുകുന്നത്. ആദ്യം സബീന ഇട്ട് തേച്ച് കഴുകും, അതിനുശേഷം പിന്നെ പുളി. മനസ്സിനൊരു സന്തോഷമാണ്. എല്ലാ ജോലിയും തീർത്ത് വിളക്കുമെല്ലാം ഒരുക്കിയെല്ലാം വെച്ചപ്പോഴത്തേക്കും വിളക്കെല്ലാം കഴുകി കഴിഞ്ഞ ശേഷം നല്ല തുടച്ച് നല്ല വൃത്തിയാക്കി ഈർപ്പെല്ലാം മാറ്റി കഴിഞ്ഞ ശേഷം നല്ല ചന്ദനവും കുങ്കുമവും കൂടെ ഇട്ടു. നാളെ 1-ാം തീയതി ആയതുകൊണ്ട് ഇനി രാവിലെ എണീറ്റ് കുളിച്ച് വെളുപ്പിനെ തന്നെ അമ്പലത്തിൽ പോവും. അടുത്തൊരു ശിവൻ്റെ അമ്പലമുണ്ട്, അപ്പോൾ അവിടെ രാവിലെ പോയി തൊഴാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.